രാവിലെ എണീറ്റ് ദേ അടുക്കളയിൽ 2-3 ചെടികൾ വെച്ചിട്ടുണ്ട് ട്ടോ. അപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പണികൾ തുടങ്ങാമെന്ന് ഓർത്തേ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ പോയപ്പോൾ വാങ്ങിച്ചതാട്ടോ ഈ ഒരു ചട്ടി. അങ്ങനെ അതിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ദേ അരി ഇടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അങ്ങ് തിളപ്പിക്കാൻ വെച്ചേ. വെള്ളം തിളച്ചിട്ട് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് ഞാൻ എൻ്റെ പരിപാടിയെല്ലാം തുടങ്ങി ട്ടോ. കടലക്കറി വെക്കാമെന്ന് ഓർത്താണേ. അങ്ങനെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ കടലയുടെ കൂടെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ അങ്ങ് വെച്ചേ. അങ്ങനെ കടല വേവണ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും കൂടെ വറുത്തരയ്ക്കാമെന്ന് ഓർത്താട്ടോ. അങ്ങനെ തേങ്ങ ഞാൻ തലേദിവസം തന്നെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ അത് വറക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അങ്ങ് വെച്ചു. അങ്ങനെ നല്ല ബ്രൗൺ കളർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്തു കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടി, ഇച്ചിരി മസാലപ്പൊടി. അങ്ങനെ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തേ. അങ്ങനെ അത് അരച്ച് ദേ കടലക്കറി അങ്ങ് സെറ്റാക്കി കേട്ടോ. അതിനൊപ്പം തന്നെ ഞാൻ അപ്പം കൂടെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നേരെ കടലമെഴുക്കുവരട്ടിയും കൂടെ അങ്ങോട്ട് സെറ്റാക്കി കേട്ടോ. സവോള ഓൾറെഡി കടലയിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് കുറച്ച് സവോളയാണ് എടുത്തുള്ളൂ. അങ്ങനെ സവോള വഴണ്ടി വന്ന് പൊടികളെല്ലാം ചേർത്തിട്ട് കടലയും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് അങ്ങനെ കടലമെഴുക്കുവരട്ടി സെറ്റാക്കിയിട്ട് അവിടെ എല്ലാം തുടച്ച് വിട്ട് പാത്രം കഴുകി വെച്ച് ഞാൻ നേരെ മേളിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാവേ.